വോട്ടെണ്ണലിന് മുന്നേ തന്നെ അരുണാചൽ പ്രദേശിലെ ആദ്യ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിരിക്കുകയാണ്. അരുണാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ 5ഇടത്താണ് BJP സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പ്രേമ ഖണ്ഡു അടക്കം 5 പേർക്ക് എതിർ ടീം മണ്ഡലങ്ങളിൽ എതിർ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് ഈ വിജയം. നിലവിലെ മുഖ്യമന്ത്രിയായ പ്രേമ ഖണ്ഡു മുക്തോ നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നലെയായിരുന്നു. നിലവിൽ 5 BJP സ്ഥാനാർത്ഥികൾക്കെതിരെ ആരും പത്രിക സമർപ്പിച്ചിട്ടില്ല. ഇതോടെയാണ് 5ഇടത്തും BJPക്ക് വിജയം സുനിശ്ചിതമായിരിക്കുന്നത്. 5 മണ്ഡലങ്ങളിലും BJP സ്ഥാനാർത്ഥികൾക്കെതിരെ കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ കക്ഷികൾ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. പത്രികയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ആരും പത്രിക പിൻവലിച്ചില്ലെങ്കിൽ ഇവരെ വിജയികളായി പ്രഖ്യാപിക്കും. അരുണാചൽ പ്രദേശിലെ 60 അസംബ്ലി സീറ്റിലും BJP സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. പ്രതിപക്ഷമായ കോൺഗ്രസ് 34 സ്ഥാനാർത്ഥികളെയും നാഷണൽ പീപ്പിൾസ് പാർട്ടി 29 സ്ഥാനാർത്ഥികളെയുമാണ് നിർത്തിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NCPയും പീപ്പിൾസ് പാർട്ടി ഫോർ അരുണാചലും യഥാക്രമം 17 പേരെയും 2 പേരെയും നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. 60 അംഗ നിയമസഭയിലേക്കും അരുണാചൽ വെസ്റ്റ്, അരുണാചൽ ഈസ്റ്റ് എന്നീ 2 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ഏപ്രിൽ 19-ന് വോട്ടെടുപ്പ് നടക്കും. സംസ്ഥാനത്തെ 2 ലോക്സഭാ സീറ്റുകൾക്കും 15 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന വ്യാഴാഴ്ച നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി മാർച്ച് 30 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ജൂൺ 2-നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ജൂൺ 4-നും പ്രഖ്യാപിക്കും. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.